ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ മാർച്ച് 7-8 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് മുൻ ലോക ചെസ് ചാമ്പ്യനെയാണ് റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഗാരി കാസ്പറോവ്. മുൻ റഷ്യൻ ലോക ചെസ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെയാണ് റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. റഷ്യൻ സർക്കാരിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ വിഭാഗമായ റോസ്ഫിൻമോണിറ്ററിംഗ് ആണ് ഗാരി കാസ്പറോവിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഏത് സംഭവങ്ങളെയാണ് മന്ത്രിസഭാ യോഗം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്? മനുഷ്യ വന്യജീവി സംഘർഷത്തെ. മനുഷ്യ വന്യജീവി സംഘർഷത്തെയാണ് മന്ത്രിസഭാ യോഗം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് കേരളം. ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷന്റെ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ച മലയാളിയുടെ വിമാന കമ്പനി ഏതാണ്? ഫ്ലൈ 91. ഫ്ലൈ 91 എന്ന മലയാളിയുടെ വിമാന കമ്പനിക്കാണ് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷന്റെ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. മലയാളിയായ മനോജ് ചാക്കോ നേതൃത്വം നൽകുന്ന ഗോവ ആസ്ഥാനമായുള്ള വിമാന കമ്പനിയാണ് ഫ്ലൈ 91. മറവി രോഗം ബാധിച്ചവർക്കായി കണ്ണൂരിൽ സ്ഥാപിച്ച പകൽ വീടിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പ്രബോധ്. പ്രബോധ് എന്നു പേരുള്ള പകൽ വീടാണ് മറവി രോഗം ബാധിച്ചവർക്കായി കണ്ണൂരിൽ സ്ഥാപിച്ച പകൽ വീട്. കേരള സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2024 മാർച്ച് 7. കേരള സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് 7. ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. കലകളുടെ കല എന്നതാണ് സി സ്പേസിന്റെ ടാഗ് ലൈൻ. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിന് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ടെലി ലോ 2.0. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിന് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് ടെലി ലോ 2.0. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പും CSCയും സംയുക്തമായാണ് ഈ ആപ്പ് തയ്യാറാക്കിയത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മൊബൈലിലൂടെ മുൻകൂട്ടി അറിയിക്കുന്നതിന് ഛത്തീസ്ഗഡ് സംസ്ഥാനം നടപ്പിലാക്കിയ നിർമ്മിത ബുദ്ധി ആപ്പിന്റെ പേരെന്താണ്? ഛത്തീസ്ഗഡ് എലിഫന്റ് ട്രാക്കിംഗ് ആൻഡ് അലേർട്ട് ആപ്പ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മൊബൈലിലൂടെ മുൻകൂട്ടി അറിയിക്കുന്നതിന് ഛത്തീസ്ഗഡ് സംസ്ഥാനം നടപ്പിലാക്കിയ നിർമ്മിത ബുദ്ധി ആപ്പിന്റെ പേരാണ് ഛത്തീസ്ഗഡ് എലിഫന്റ് ട്രാക്കിംഗ് ആൻഡ് അലേർട്ട് ആപ്പ്. സംസ്ഥാന സർക്കാരിൻ്റെ 2022 ടെലി സീരിയൽ ടെലിഫിലിം പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ശിവജി ഗുരുവായൂരിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് PV ശിശിരയ്ക്ക്. മികച്ച സംവിധായകൻ TS മൃദുലാണ്. മികച്ച ബാലതാരം ഡാവിഞ്ചി സന്തോഷും. സംസ്ഥാന സർക്കാരിൻ്റെ 2022 ടെലി സീരിയൽ ടെലിഫിലിം പുരസ്കാരം. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഭർത്താവിൻ്റെ സ്നേഹിതൻ എന്ന സീരിയലിലെ അഭിനയത്തിന് ശിവജി ഗുരുവായൂരിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് സമരം എന്ന സീരിയലിലെ അഭിനയത്തിന് PV ശിശിരയ്ക്കാണ്. മികച്ച സംവിധായകൻ കനം, സമരം എന്നിവ സംവിധാനം ചെയ്ത TS മൃദുലാണ്. മികച്ച ബാലതാരം ഡാവിഞ്ചി സന്തോഷ്.
2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ്? മുംബൈ, വിദർഭ. മുംബൈ, വിദർഭ ടീമുകളാണ് 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ. 2024 ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഏത് ടീമിനെതിരെയാണ്? ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് ടീമിനെതിരെയാണ് 2024 ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ആദ്യ മത്സരം നടത്തുന്നത്. ജൂലൈ 27-നാണ് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം. നാസയുടെ ചാന്ദ്ര ദൗത്യം ഉൾപ്പെടെയുള്ള ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ പരിശീലനം പൂർത്തിയാക്കിയ സംഘത്തിന് നൽകിയിട്ടുള്ള പേരെന്താണ്? ദ ഫ്ലൈസ്. നാസയുടെ ചാന്ദ്ര ദൗത്യം ഉൾപ്പെടെയുള്ള ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ പരിശീലനം പൂർത്തിയാക്കിയ സംഘത്തിന് നൽകിയിട്ടുള്ള പേരാണ് ദ ഫ്ലൈസ്. കേരളവുമായി ബന്ധമുള്ള ഡോക്ടർ അനിൽ മേനോനും ഈ സംഘത്തിലെ അംഗമാണ്. അന്തരിച്ച പ്രശസ്ത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ 2024 മാർച്ചിൽ പ്രകാശനം ചെയ്ത അവസാന നോവലിന്റെ പേരെന്താണ്? അണ്ടിൽ ഓഗസ്റ്റ്. ഓഗസ്റ്റ് വരെ. അന്തരിച്ച പ്രശസ്ത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ 2024 മാർച്ചിൽ പ്രകാശനം ചെയ്ത അവസാന നോവലിന്റെ പേരാണ് അണ്ടിൽ ഓഗസ്റ്റ്. 2014-ലാണ് മാർക്കേസ് അന്തരിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അവസാന നോവൽ പ്രകാശനം ചെയ്യുന്നത്. സംസ്ഥാന വനിതാ രത്നം പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് നോക്കാം. കായിക രംഗത്തെ മികവിനുള്ള പുരസ്കാരം ലഭിച്ചത് ട്രീസ ജോളിക്കാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിത വിജയം നേടിയ വ്യക്തികൾക്കുള്ള വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത് ജിലിമോൾ മാരിയറ്റ് തോമസിനാണ്. സാമൂഹ്യ സേവനം വിഭാഗത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് വിജി പെൺകൂട്ടിനാണ്. വിദ്യാഭ്യാസം, ശാസ്ത്ര മേഖല എന്നീ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ്. സംസ്ഥാന വനിതാ രത്നം പുരസ്കാരം ലഭിച്ചത് കായിക രംഗത്തെ പുരസ്കാരം ട്രീസ ജോളിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിത വിജയം നേടിയ വിഭാഗത്തിലുള്ള പുരസ്കാരം ജിലിമോൾ മാരിയറ്റ് തോമസിനും സാമൂഹ്യ സേവന വിഭാഗത്തിലെ പുരസ്കാരം വിജി പെൺകൂട്ടിനും വിദ്യാഭ്യാസ ശാസ്ത്ര മേഖല വിഭാഗത്തിലെ പുരസ്കാരം അന്നപൂർണി സുബ്രഹ്മണ്യത്തിനുമാണ് ലഭിച്ചത്. കുടുംബശ്രീക്ക് പ്രത്യേക പുരസ്കാരവും ലഭിച്ചു. സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷക പദവി ലഭിച്ച മലയാളി അഭിഭാഷകൻ ആരാണ്? അഡ്വക്കേറ്റ് പി വി ദിനേശ്. അഡ്വക്കേറ്റ് പി വി ദിനേശ് ആണ് സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷക പദവി ലഭിച്ച മലയാളി അഭിഭാഷകൻ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഹുഗ്ലി നദിയിൽ. പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി നദിയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായാണ് ഈ അണ്ടർ വാട്ടർ മെട്രോ സ്ഥാപിച്ചത്. ഹുഗ്ലി നദിയുടെ പടിഞ്ഞാറുള്ള ഹൗറയെയും കിഴക്കുള്ള സാൾട്ട് ലേക്ക് സിറ്റിയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ മെട്രോ റെയിൽ. നദിയിൽ 16 മീറ്റർ താഴെ 520 മീറ്റർ നീളത്തിലാണ് ഈ പാത നിർമ്മിച്ചിട്ടുള്ളത്. മലയാറ്റൂർ ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സാറ ജോസഫ്. സാറ ജോസഫ് ആണ് മലയാറ്റൂർ ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച വ്യക്തി. എസ്തേർ എന്ന നോവലിനാണ് സാറ ജോസഫിന് പുരസ്കാരം ലഭിച്ചത്. മികച്ച യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രജനി സുരേഷിനാണ്. വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പിനാണ് രജനി സുരേഷിന് പുരസ്കാരം ലഭിച്ചത്.
ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ സ്ഥാപിച്ച നാവികത്താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്തത് എന്നാണ്? 2024 മാർച്ച് 6-ന്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ സ്ഥാപിച്ച നാവികത്താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്തത് 2024 മാർച്ച് 6-നാണ്. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ ആണ് നാവികത്താവള കമ്മീഷൻ ചെയ്തത്. ലോകത്തെ ഏറ്റവും രുചിയുള്ള കാപ്പികളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ കാപ്പി ഏതാണ്? സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കാപ്പി. ലോകത്തെ ഏറ്റവും രുചിയുള്ള കാപ്പികളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ കാപ്പിയാണ് സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോപ്പി. ടേസ്റ്റ് അറ്റ്ലസ് ആണ് ഈ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ക്യൂബൺ എസ്പ്രസോ എന്ന കാപ്പിക്കാണ്. ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ IAA ഗോൾഡൻ കോമ്പസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ശ്രീനിവാസൻ സ്വാമി. ശ്രീനിവാസൻ സ്വാമിയാണ് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ IAA ഗോൾഡൻ കോമ്പസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ. ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഏത് രാജ്യവുമായാണ് പ്രാദേശിക കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ ഇന്ത്യ 2024 മാർച്ചിൽ കരാറിൽ ഒപ്പുവെച്ചത്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുമായി പ്രാദേശിക കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുവാനാണ് ഇന്ത്യ 2024 മാർച്ചിൽ കരാറിൽ ഒപ്പുവെച്ചത്. ക്വാറി ഉൽപ്പന്നങ്ങൾ കടത്തുന്ന വാഹനങ്ങളിലെ നികുതി വെട്ടിപ്പ് തടയുന്നതിനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ഓവർലോഡ് 3. ഓപ്പറേഷൻ ഓവർലോഡ് 3 എന്ന ഓപ്പറേഷനാണ് ക്വാറി ഉൽപ്പന്നങ്ങൾ കടത്തുന്ന വാഹനങ്ങളിലെ നികുതി വെട്ടിപ്പ് തടയുന്നതിനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ. ഇന്ത്യയുടെ ഏത് അയൽരാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ നീളത്തിൽ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത്? മ്യാൻമർ. ഇന്ത്യയുടെ അയൽരാജ്യമായ മ്യാൻമറുമായിട്ടാണ് 1643 കിലോമീറ്റർ നീളത്തിൽ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി ആദ്യമായി വിതരണം ചെയ്തത്? തൃശൂർ. കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി ആദ്യമായി വിതരണം ചെയ്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഓൾറൗണ്ടർമാരുടെ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? മുഹമ്മദ് നബി. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരമായ മുഹമ്മദ് നബിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഓൾറൗണ്ടർമാരുടെ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് അടുത്തിടെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ചത്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശാണ് അടുത്തിടെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.